ഗസയിലെ വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ലോക്സഭയിലെ സസ്പെൻഷൻ നടപടികൾ തുടരുകയാണ്. ഇനിയിപ്പോൾ ഗസയിലെ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. സംഘർഷഭരിതമായ ഗസയിൽ നിന്ന് ഡോക്ടർ എസ് സന്തോഷ് കുമാർ പകർത്തിയ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം തുടരുന്ന സാഹചര്യത്തിലും കോൺവോയ്ക്കൊപ്പം തുടരുകയാണ് ഡോക്ടർ എസ് സന്തോഷ് കുമാർ. ആ റിപ്പോർട്ടിലേക്ക്. ഞാൻ ഡോക്ടർ സന്തോഷ് കുമാറാണ്. യുഎന്റെ കോൺവോയ് ഇപ്പൊ ഗാസയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൈറോയിൽ നിന്നും ഗാസയിലേക്കുള്ള വഴിമധ്യേയുള്ള ഇസ്മായിലിയ എന്ന സ്ഥലത്താണ്. ഇവിടെയാണ് ആദ്യത്തെ ചെക്ക് പോയിന്റ്. ഈ ചെക്ക് പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ടണലുണ്ട്. ടണലിലൂടെ അപ്പുറത്തേക്ക് സിനായി, വെസ്റ്റേൺ സിനായിലേക്ക് പോകുന്നു. വെസ്റ്റേൺ സിനായിൽ നിന്നുള്ള റോഡ് വഴിയാണ് ഗാസയുടെ അതിർത്തിയിലേക്കുള്ള പോക്ക്. അവിടെ ഈജിപ്ഷ്യൻ ബോർഡറിലുണ്ട്. ഈജിപ്ഷ്യൻ ബോർഡറിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വീണ്ടും നടന്നിട്ട് അപ്പുറത്ത് ഗാസയിലേക്ക് കടന്നു കഴിഞ്ഞ ശേഷമാണ് പാലസ്റ്റീൻ ബോർഡറിലേക്ക് പോകുന്നത്. പാലസ്റ്റീൻ ബോർഡറിലാണ് അടുത്ത ചെക്ക് പോയിന്റ് ഉള്ളത്. ഇപ്പോഴവിടുത്തെ സ്ഥിതി വളരെ ഗുരുതരമാണ്. പ്രത്യേകിച്ച് റഫ സൈഡിൽ ഏകദേശം 2.1 മില്യൺ ആൾക്കാരാണ് ഒരു 16 കിലോമീറ്റർ ചുറ്റളവുള്ള സ്ഥലത്ത് ജീവിക്കുന്നത്. അവിടെ വെളിച്ചമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ഗ്യാസ് ഇല്ല, അതുപോലെ തന്നെ മരുന്നുകൾ കിട്ടുന്നില്ല. ഡയറിയ, കോളറ, ടൈഫോയിഡ് തുടങ്ങിയവയൊക്കെ പെട്ടെന്ന് തന്നെ വളരെ വലിയ തോതിൽ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. സ്ത്രീകൾ 50,000 സ്ത്രീകളുള്ളത് തന്നെ പ്രസവിക്കാനായിട്ടുണ്ട്. മാത്രമല്ല ബാക്കിയുള്ള പരിക്കേറ്റ ആൾക്കാർക്കുള്ള ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. ഇപ്പോൾ ഉടനെ ഒരു സീസ് ഫയർ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. പക്ഷേ അത് എപ്പോഴുണ്ടാകുമെന്നറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ ഒരു 2 ക്ലിനിക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു ആന്റിനേറ്റൽ ക്ലിനിക്ക് തുടങ്ങാനുള്ള വഴിയിലാണ്. പക്ഷെ മരുന്നുകൾ ലഭ്യമല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം ഗസയിൽ പലയിടത്തും തുടരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കോൺവോയ്ക്കൊപ്പം ഡോക്ടർ എസ് സന്തോഷ് കുമാർ റിപ്പോർട്ട് തയ്യാറാക്കിയത്. വലിയ വെല്ലുവിളി ഉള്ള ഒരു സാഹചര്യത്തിൽ തന്നെ ആ വെല്ലുവിളികളെ അതിജീവിച്ചു തന്നെയാണ് അദ്ദേഹം ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.